ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ മഴയൊക്കെ ഒന്ന് മാറി, മാനൊക്കെ തെളിഞ്ഞ് കുറച്ച് വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ അടിപൊളിയായിട്ട് ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും അങ്ങനെ ഒരു അവധി ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇന്ന് നേരത്തെ പോയി കുളിച്ചു വന്നിട്ടുണ്ട്. സാധാരണ വീട്ടിലെ ക്ലീനിങ് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടാണ് കുളി പതിവ്. ഇന്ന് പക്ഷേ കുറച്ച് നേരത്തെ കുളിച്ചു. അത് കഴിഞ്ഞിട്ടാണ് അടിക്കലും തുടക്കലൊക്കെ ചെയ്തത്. അപ്പോൾ ഞാൻ കുളിക്കാൻ പോയ സമയത്ത് തന്നെ അരി തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. തെർമൽ കുക്കറിൽ ഇറക്കി വെക്കുകയാണ് പതിവ്. അപ്പോൾ അത് തെർമൽ കുക്കറിൽ ഇറക്കി വെച്ചു. അപ്പോൾ അങ്ങനെ നമ്മുടെ ചോറിൻ്റെ പരിപാടി കഴിഞ്ഞു. പിന്നെ ക്ലീനിങ് ആയിരുന്നു. അപ്പോൾ ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ രാവിലെ തന്നെ രുദ്ര കളിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. മോൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിഡ് ടേം എക്സാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആൾ ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ കളിക്കാൻ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓണപ്പരീക്ഷ വരുന്നുണ്ട്, അതിന് മുമ്പുള്ള മിഡ് ടേം ആണ് ഇപ്പോൾ കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ ഇന്ന് ലഞ്ചിന് മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. മീൻ ഓൾറെഡി ഞാൻ തലേദിവസം കഴുകി വൃത്തിയാക്കി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻകറിയിലേക്ക് ഞാൻ ആദ്യം തന്നെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. പിന്നെ അതിലേക്കുള്ള ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് തേങ്ങ അരച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന മീൻകറിയാണ് ഞാൻ ഇന്ന് വെക്കണേ. സാധാരണ എനിക്ക് മുളകിട്ട മീൻകറിയാണ് ഇഷ്ടം. ഇവിടെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഇഷ്ടം. പക്ഷേ ചില മീനുകൾ നമ്മൾ തേങ്ങ അരച്ച് വെക്കുമ്പോഴേ അതിന് സ്വാദ് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ തേങ്ങ അരച്ചിട്ടാണ് മീൻകറി വെക്കുന്നത്. അപ്പോൾ ചട്ടിയിലേക്ക് ഞാൻ ചുവന്നുള്ളി, പച്ചമുളക്, പിന്നെ അതുപോലെ ഇഞ്ചി ചതച്ചത്, തക്കാളി, കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള പുളി നന്നായി പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അങ്ങനെ മസാലയൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ മുഴുവൻ ഇട്ട് കൊടുക്കാം. ഇനി അത് ഒന്നും കൂടി നന്നായി യോജിപ്പിച്ച് കൊടുത്ത് ഞാൻ കുറച്ചുകൂടി വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഇളക്കി അടച്ചു വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു അരമുറി തേങ്ങ ഇവിടെ ചിരവി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ മീൻകറി നന്നായി തിളച്ച് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ കൂടെ തന്നെ നമ്മളതിൻ്റെ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കിയിട്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ചും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി അവിടെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ കറിയുടെ കൂടെ ഇന്ന് നമ്മൾ കുറച്ച് പയറുപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം മോൻ്റെ സ്കൂളിൽ പാരൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുന്നംകുളം പോയപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് പച്ചക്കറി കണ്ടു. അപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. പയർ നല്ല ഫ്രഷ് ആയിട്ടുള്ള പയറായിരുന്നു. അപ്പോൾ അതാണ് നമ്മളിന്ന് മീൻകറിയുടെ കൂടെ ഉണ്ടാക്കുന്നത്. ഈ സമയം കൊണ്ട് നമ്മുടെ മീൻകറി നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉള്ളി കാച്ചി ഒഴിച്ചു കൊടുത്തു. നന്നായി ഇളക്കി മിക്സ് ചെയ്ത് അടച്ചു വെച്ചു. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പയറൊക്കെ നന്നായി അരിഞ്ഞ് ഞാൻ വാഷ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള സവാള, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി അരിഞ്ഞ് ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള നന്നായി വഴണ്ട് വരുമ്പോൾ നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി ഞാൻ അതിലേക്ക് നന്നാക്കി വെച്ചിട്ടുള്ള പയറും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉപ്പേരിയൊക്കെ അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ലഞ്ച് ടൈമാണ്. നല്ല കുത്തരി ചോറിൻ്റെ കൂടെ മീൻകറിയും പയറുപ്പേരിയും പിന്നെ നല്ല മാങ്ങാച്ചാറുണ്ടായിരുന്നു, പിന്നെ ഒരു ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ലഞ്ച് കഴിച്ചത്. ഇന്ന് സ്പെഷ്യലായിട്ട് ഊണ് കഴിക്കാൻ ഞാൻ എവിടെ നിന്നോ പൂ പോലത്തെ ഒരു പാത്രമൊക്കെ തപ്പി പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അതിലാണ് ലഞ്ച് കഴിച്ചത്. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ പോണ്ടിൽ പുതിയതായിട്ട് കുറച്ച് ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. പുതിയതായിട്ട് നമ്മൾ കുറച്ച് മീനുകളെ കൊണ്ടിട്ടിട്ടുണ്ട്. ഗാര റൂഫ എന്ന് പറയുന്ന മീനുകളാണ്. അതായത് നമ്മുടെ സ്പാ ഫിഷ് ഉണ്ടല്ലോ, റെഡ് ഗാര, അതുപോലെ ഡോക്ടർ ഫിഷ് എന്നൊക്കെ ഇവർക്ക് ഇങ്ങനെ പല പേരുകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ കൈയും കാലൊക്കെ വെച്ച് കൊടുക്കുമ്പം നമ്മുടെ ഈ ഡെഡ് സ്കിൻ സെൽസൊക്കെ അവരിങ്ങനെ കഴിച്ചിട്ട് പോയിക്കോളും. നല്ല പരിപാടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ പോണ്ടിലെ വിശേഷങ്ങൾ. ഈ പോണ്ടിൽ കാണുന്ന ഈ പായലൊക്കെ അവർ തന്നെ കഴിച്ച് തീർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവരുടെ ഫുഡാണ്. പിന്നെ കുറച്ച് മണി പ്ലാന്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കലായിരുന്നു അടുത്ത പരിപാടിയിട്ട്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് മണ്ണൊക്കെ എടുത്തിട്ട് വന്നിട്ട് പോട്ടിൽ മണ്ണൊക്കെ നിറച്ച് അതിൽ ഓരോ മണി പ്ലാന്റ്സ് ആയിട്ട് വെച്ച് കൊടുത്തു. ഈ മണി പ്ലാന്റ്സ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടിയാണ്. എനിക്ക് ഒരുപാട് അങ്ങനെ ചെടികൾ വെക്കുക, പരിപാലിക്കുക അങ്ങനെയുള്ള ഒരു ശീലമുള്ള ആളൊന്നുമില്ല, ക്രേസൊന്നുമില്ല എനിക്കതിനോട്. പക്ഷേ
ഈ മണി പ്ലാന്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ചും കിച്ചണിൽ ഇങ്ങനെ കുറച്ച് ഹരിതാപവും പച്ചപ്പൊക്കെ കാണുന്നതാണ് ഒരു കുക്ക് ചെയ്യാനൊക്കെ ഒരു വൈബ്. അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എത്ര മണി പ്ലാന്റ്സ് കിട്ടിയാലും ഞാനിങ്ങനെ കിച്ചണിൽ എനിക്ക് വെച്ചിട്ട് മതിയാവണില്ല സത്യത്തിൽ. അപ്പോൾ ആ ഉള്ള മണി പ്ലാന്റ്സ് ഒക്കെ ഞാനിതുപോലെ ഓരോ പോട്ട് എടുത്ത് വന്നിട്ട് ഓരോന്നിലും സെറ്റ് ചെയ്ത് വെക്കുകയായിരുന്നു. ചിലതൊക്കെ മണ്ണ് നിറച്ചിട്ട് വെച്ചു, ചിലത് ഇതുപോലെ എന്താ പറയുക കട്ട് ചെയ്തെടുത്ത് ഓരോ തണ്ടും കട്ട് ചെയ്തെടുത്തിട്ട് അത് വെള്ളത്തിലാണ് ഞാൻ ഇട്ട് വെച്ചത്. വെള്ളത്തിലിട്ട് കൊടുക്കുമ്പോൾ നമുക്കിതിൻ്റെ തണ്ടെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൂട്ടിയൊന്ന് കെട്ടിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വെറുതെ എല്ലാം കൂടി വെച്ച് കൊടുത്താലും കുഴപ്പമില്ല. എനിക്ക് ആദ്യമായിട്ടൊരു മണി പ്ലാന്റ് കിട്ടിയപ്പം ഞാനിതുപോലെ യൂട്യൂബൊക്കെ നോക്കി ഗവേഷണമൊക്കെ നടത്തി ഒരു പോട്ടെടുത്ത് അതിനകത്ത് മണ്ണൊക്കെ നിറച്ച് വെച്ച് കൊടുത്തു. പിന്നെ ഇടയ്ക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കും. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അതിൽ നിന്ന് പുതിയൊരു ചെടി വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോഴാണ് എനിക്ക് ഇതിനോടൊരു ക്രേസ് വന്നു തുടങ്ങിയത്. പിന്നെ അങ്ങ് മണി പ്ലാന്റ്സ് കിട്ടുമ്പോഴൊക്കെ ഇതുപോലെ പലയിടത്തും കൊണ്ട് ഞാൻ വെക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ബൗളിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് അതിൽ കുറച്ച് മണി പ്ലാന്റ്സ് കട്ട് ചെയ്ത് ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പ്രേ ബോട്ടിലിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് എല്ലാ മണി പ്ലാന്റ്സിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ പാല് ചേർത്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മണി പ്ലാന്റ്സ് ഒക്കെ പെട്ടെന്ന് ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇപ്പം എൻ്റെ പാലില്ലാത്തതുകൊണ്ട് ഞാൻ വെള്ളമാണ് സ്പ്രേ ചെയ്ത് കൊടുത്തത്. പിന്നെ മണി പ്ലാന്റ്സ് ഒക്കെ എല്ലാവരുടെയും സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ നേരെ ടെറസിൻ്റെ മുകളിലോട്ടൊന്ന് പോയി. കുറേ ദിവസമായി പോയിട്ട് മഴ കാരണം നല്ല വഴുക്കലായിരുന്നു. അപ്പോൾ ഒന്ന് വെയിൽ കണ്ടപ്പം മുകളിലൊക്കെ ഒന്ന് പോയി നിരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. തൊട്ട് മുമ്പിലുള്ള പറമ്പിൽ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു. അവധി ദിവസങ്ങളിൽ രാവിലെ തന്നെ എല്ലാവരും എത്തും കളിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ നോക്കി കുറച്ച് നേരം നിന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.